ബിസിയാ? പുസ്തകം വായിക്കുന്നുണ്ടോ? ഇവിടെ കിടക്കുന്നവരാരൊക്കെ? നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. 5 പെണ്ണുങ്ങൾ നിറഞ്ഞിരിക്കുന്ന അപ്പുറത്തെ ഫോട്ടോയിൽ ഇരിക്കുന്നത് ടോമിയുടെ അളിയന്മാരും നാത്തുമാരുമാണ്. എവിടെ ഇരിക്കുന്നത്? ആയിരിക്കുന്നത് ഈ ഫോട്ടോ ഇരിക്കുന്നോ? ആ. ഏലിക്കുട്ടിയുടെ ചേർത്തിനിത്തിമാരല്ലേ? ഏലിക്കുട്ടിയുടെ ചേർത്തിനിത്തിമാരാ. ഏലിക്കുട്ടിയുടെ ചേടത്തി അനിയത്തിമാരാന്ന്. ചേടത്തി അനിയത്തിമാരാന്ന് ഏലിക്കുട്ടി അമ്മയുടെ ആ ഫോട്ടോയിൽ ഇരിക്കുന്നവര്. അനിയത്തിമാരല്ല, ആ ചേർത്തിമാരും അനിയത്തിമാരും എല്ലാം ഉണ്ട്. പോയിട്ട് വരാം. പോയേച്ചു വരാം. പോയേച്ചു വരാം കേട്ടോ. ആ കടയിൽ പോവാ. കടയിൽ വരെ പോവാ. അമ്മ പോരുന്നില്ല, അതുകൊണ്ടല്ല പറഞ്ഞത്. ആണോ? ആ അമ്മ വീട്ടിൽ പോകണം. നിങ്ങൾ പോയാലും ഞാൻ ചോദിച്ചു, ഞങ്ങൾ പോകണമെന്ന് ചോദിച്ചു. പോകണമെന്ന് എനിക്ക് നിർബന്ധമില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോവാം. കുഴപ്പം നടക്കാൻ പറ്റിയല്ലോ അല്ലേ? ഇവിടെ വണ്ടി കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് കൊണ്ടുവരാനല്ലേ? കേട്ടെ മതിയല്ലോ. അത് ഉണങ്ങിയില്ലേ? മുടിയൊക്കെ ഉണങ്ങി. അമ്മയുടെ മുടി ഉണങ്ങി. പാനേ നോക്കണേ. ചോറ് വേണ്ടല്ലേ? നീ പുറത്തുനിന്ന് വന്നാണ് ആ ഈ നാട്ടിലുള്ളതല്ലേ? നീ പുറത്തുനിന്ന് വന്നാണോ? ആ ഈ വീട്ടിലുള്ളവരെ അറിയാമെന്ന് ചോദിക്കുമ്പോ പിന്നെ എന്നാ പറയണല്ലേ? ഇത്രയും പ്രായമായില്ലേ ഞാൻ? കൊച്ചിന്റെ ആണിട്ട് ഞാൻ അന്തോമ്പോ എന്തല്ല ചുമ്മാ അമ്മയോട് ചോദിക്കുക. എന്നോട് കയറുന്നമ്മ തമാശ പറയുന്നതല്ലേ? തമാശ പറയുന്നതാന്നേ. അമ്മയോട് തമാശ പറയുന്നതല്ലേ? തമാശ അല്ലേ? അതല്ല ഞാൻ പറഞ്ഞ. അമ്മയ്ക്ക് അറിയാന്ന് എനിക്കറിയാം. അമ്മയുടെ മകനെ അമ്മയ്ക്ക് അറിയാതിരിക്കുവോ? പിന്നെ ഈശോ മാതാവ് കൈ വിരിച്ച് പിടിച്ച് നോക്കിയിരിക്കും നമുക്കൊക്കെ. പ്രാർത്ഥനയെല്ലാം ചെല്ലിയോ? പ്രാർത്ഥനയെല്ലാം ചെല്ലിയോ? പ്രാർത്ഥനയെല്ലാം ചെല്ലിയോന്ന്? പിന്നെ മൊത്തം പ്രാർത്ഥനയായിരുന്നല്ലേ? രണ്ടാമത്തെ ഈശോയോട് പ്രാർത്ഥിക്കാതെ ജീവിക്കാൻ പറ്റും. ആ അത് തന്നെ. നമ്മുടെ സമ്പത്ത് മുഴുവൻ ഈശോയായി. അമ്മ എവിടെ ഇല്ലേ? അമ്മ ഇവിടെ ഉണ്ടല്ലോ. എവിടെയാ അമ്മയിലേ ഇരിക്കുന്നേ? ഞാനല്ല, പിന്നെ ഏതമ്മേ? മറ്റേ അമ്മ. മറ്റേ അമ്മയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള അമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലല്ലോ. ആ ഇവിടെ ഉണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും പുറത്ത് പോയേക്കുമായിരുന്നു. ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ വരുമോ? ആ വന്നിട്ടുണ്ട് ഇവിടെ. ആണ്ടവൻ ഒരമ്മയാണ്ട് അതിൽ നടക്കണേ. ഈ അമ്മയുടെ കാര്യമാണോ ചോദിച്ചേ? ചായയൊന്നും ആരും ഉണ്ടാക്കി കൊടുത്തില്ല, ഞാൻ ഉണ്ടാക്കി കുടിച്ചെന്ന്. ആണോ? ഇവിടെ ഉള്ളവരൊക്കെ വന്ന് കുടിക്കാനിരുന്ന കാര്യം നടക്കിയല്ലോ. അവളെ അറിയാലേ? അടുത്തുള്ള വീട്ടിൽ നിന്ന് വന്നവരാണോ? അവളല്ലേ എവിടെയാ ഉള്ളേ? അവളല്ലേ എവിടെയാ ഉള്ള ആള്? ആ അതാ പറഞ്ഞേ. ഞാനോ? ഞാൻ ഇവരെ കൊണ്ടൊന്ന് കറങ്ങാൻ പോയതാ. ഇവരെ കൊണ്ട് ഏറ്റുമാനൂരും കോട്ടയത്തിനൊക്കെ ഒന്ന് പോയതാ. ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടേ. സാവു ചാച്ചനടാ. ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നല്ലോ. സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടേ. ഇല്ല, അങ്ങോട്ട് മഴയൊന്നും പെയ്തില്ല. പെയ്തില്ലല്ലേ? ഭയങ്കര ചൂടായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ വെള്ളത്തിന് വരൽ വരും.
ആ വെള്ളമൊന്നുമില്ല, മഴ പെയ്യുന്നേ. ഇപ്പം അടുത്ത ദിവസം മഴയാന്നാ പറഞ്ഞത്. ഈ സമയത്ത് മഴ പെയ്ത് വെള്ളം ഉണ്ടാവണല്ലേ. ആ ആരാ ഇങ്ങും പോണില്ല, ഇങ്ങും പോണില്ല. ചെരുപ്പ് കൊണ്ട് അങ്ങോട്ട് ഇടാൻ പോയതാ. ചെരുപ്പ് അപ്പുറത്ത് കൊണ്ട് ഇടാൻ പോയതാ. ചെരുപ്പ് അപ്പുറത്ത് കൊണ്ട് ഇടാൻ പോയതാന്ന്. ആ പുറത്തിടുന്ന ചെരുപ്പല്ലേ. രണ്ട് അമ്മമാർ രണ്ടെണ്ണകത്തുണ്ട്. രണ്ടമ്മമാരാ. എല്ലാ അമ്മമാരും ഇവിടെ ഉണ്ടോ? എല്ലാ അമ്മമാരും ഇല്ല, ഒരമ്മ അപ്പുറത്തുണ്ട്. ഇവിടെ വന്നുകൊണ്ടിരിക്കണം. ആ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന അമ്മമാരും കൂടി ഉണ്ട്. ഉണ്ടല്ലേ? ആ അപ്പന്മാരും ഇല്ല. അപ്പന്മാർ രണ്ടുപേരും കൂടി ഉണ്ട്. ആ അവിടെ മക്കളും കെട്ടിയോളുമാരും ഒക്കെ ഉണ്ടോ? ആ ഉണ്ടെന്നേ. മക്കളുടെ മക്കളൊന്നും കിട്ടിയില്ലല്ലോ, ഒരാളല്ലേ കിട്ടിയുള്ളൂ. മക്കളുടെ മക്കൾ ഒരാളല്ലേ കിട്ടിയുള്ളൂ. മക്കൾ ഒരാളെ കല്യാണം കഴിച്ചുള്ളന്നേ, ബാക്കിയുള്ളവരൊന്നും കല്യാണം കഴിക്കാറായില്ല. ആ കല്യാണം കഴിച്ചുള്ളന്ന്. ആ മൂത്ത പെണ്ണുങ്ങൾ ആരാ? മൂത്ത പെണ്ണുങ്ങൾ ആരാ? മൂത്ത പെണ്ണുങ്ങൾ അവരുടെ പേരെന്താ? അവരുടെ പേരറിയോ? അത് റേസ്യാമ്മ. പിന്നെ എന്നാ പേരൊക്കെ മറന്നുപോയി. അന്നമ്മ. പിന്നെ ലിസിമോള്. ലിസിയാ? അത് വേണ്ടായിരുന്നു. മൂന്നാല് പേരുണ്ട്. ലിസി എത്രാമത്തെയാ? കുട്ടിയോ? കുട്ടീനെ കുട്ടീന്നൊന്നുമല്ല വിളിക്കണം. അവളെ കുട്ടിപ്പെണ്ണ. ആ കുട്ടിപ്പണെന്നാ. പെണ്ണമ്മ. പെണ്ണമ്മയില്ലേ? ആണല്ലേ? ആ ഉതുപ്പച്ചനെ മറന്നുപോയോ? ഉതുപ്പച്ചനില്ലേ? ഉതുപ്പച്ചൻ. ഉതുപ്പച്ചന്റെ കാര്യം മറന്നുപോയോ? അവരെ ഉണ്ടാക്കാൻ മക്കളും അവന്റെ പേര് പറഞ്ഞില്ല. കൊച്ചാൻ പോലാൻ വിളിച്ചോണ്ട് നടക്കണം. പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയും. അല്ല പേര് പറയാൻ അത്യാവശ്യ കാര്യങ്ങളുണ്ട് മാത്രം പറഞ്ഞാൽ മതി. അവരവർക്ക് ചെയ്തോളും. ഈ നാട്ടിലൊന്നും ഇല്ലല്ലോ. അവരെ കൊണ്ടുപോയി ശ്രദ്ധിക്കും. പക്ഷേ പോയില്ലേ? ഈ നാട്ടിലൊന്നും ഇല്ലല്ലോ. ഉതുപ്പച്ചനെ അവിടെ പോയി കർണാടകയിലോ അങ്ങാണ്ടല്ലേ? കർണാടക, അതായത് ബാംഗ്ലൂർ അങ്ങാണ്ടല്ലേ? അല്ലെങ്കിൽ സുഖമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ വരികയല്ലേ. പിന്നെ അവരതിലേക്ക് പോയിട്ടുള്ളൂ. അവിടെയൊക്കെ പോയി ജീവിച്ചിട്ടുള്ളൂ, ജോലി ചെയ്തിട്ടുള്ളൂ. ആണോ? അത് അവരെ കുറിച്ച് അമ്മാവനോടൊന്ന് വരാൻ പറഞ്ഞല്ലോ. അമ്മാവനെ കണ്ടിട്ട് ഒത്തിരി നാളായി. അമ്മാവനോടൊന്ന് വരാൻ പറഞ്ഞല്ലോ. എന്നാ അമ്മാവനെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. 8 വർഷമായില്ലേ? ആ ആ എൻ്റെ അമ്മാവൻ ഉതുപ്പച്ചനെ. എൻ്റെ അമ്മാവനല്ലേ ഉതുപ്പച്ചൻ? എൻ്റെ ചേട്ടായുടെ അമ്മാവനല്ലേ ഉതുപ്പച്ചൻ? ആ ഇവിടെയാന്ന് ആർക്കറിയാം. അമ്മയുടെ ആങ്ങളെയല്ലേ ഉതുപ്പച്ചൻ? അപ്പൊ ഞങ്ങളുടെ അമ്മാവനല്ലേ? ഞങ്ങളുടെ അമ്മാവനല്ലേ? അല്ലേ അച്ഛൻ എന്നൊക്കെ പറയുന്ന ആളല്ലേ? ആ പുള്ളി എവിടെയാന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പുള്ളി എവിടെയാന്ന് ആർക്കും അറിയത്തില്ലെന്നേ. ആർക്കും അറിയത്തില്ലെന്ന്. ആ അമ്മേനെ വിളിക്കാറുണ്ടോ? പുള്ളി അമ്മേനെ വിളിക്കാറുണ്ടോ? അമ്മേനെ. അമ്മേനെ എന്നെയോ? ആര്? ഉതുപ്പച്ചൻ. അവരൊക്കെ വിളിക്കും. വിളിക്കൂല്ലേ? പിന്നെ എന്നാ പറയുന്നത്? മാസ്റ്റർ ഒന്ന് വെച്ച് വിളിക്കും. ആ അത് മതി. ആ അത് കൊള്ളാം. ഒരിക്കലും അമ്മയ്ക്ക് ഭാഗ്യമുണ്ട്. ഉതുപ്പച്ചൻ വിളിച്ച് അറിയുന്നുണ്ട്. ഞങ്ങളെ ആർക്കും ഒരു കണക്ഷനുമില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു ബന്ധവുമില്ലെന്ന് ഉതുപ്പച്ചനുമായിട്ടേ. ഒരു ബന്ധവും ഇല്ലെന്ന് ഉതുപ്പച്ചനുമായിട്ടേ. ഒരു ബന്ധവും ഇല്ലെന്ന്. ആ ഞങ്ങളെ വിളിക്കാറുമില്ല, വരാറുമില്ല, കാണാറുമില്ല, ഒന്നുമില്ല. ആ അമ്മേനെ മാത്രമേ ഫോൺ വിളിക്കുന്നുള്ളൂ. ആ ഇതൊക്കെ എന്നാന്ന് ചോദിച്ചേ? ഇതൊക്കെ എന്നാന്ന് അമ്മയ്ക്ക് വല്ലതും ഉണ്ടോ? അമ്മയ്ക്ക് വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. അതിനകത്ത് അമ്മയ്ക്ക് കുറെ പൂവുള്ള ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ട്. പൂവുള്ള ബെഡ്ഷീറ്റ് ഒക്കെ മേടിച്ചു. ബെഡ്ഷീറ്റ്, വസ്ത്രം. അവിടെ ഉണ്ടോ? അമ്മയ്ക്ക് കാണണ്ടേ പൂവുള്ള ബെഡ്ഷീറ്റ് ഇട്ട് കിടക്കണ്ടേ? ഞാനൊക്കെ അലക്കി പറിക്കത് തുടങ്ങാറ്.
അതൊക്കെ ഇപ്പറൊക്കെ ഉണങ്ങിയിട്ട് വേണം കിടക്കാൻ. പുതിയ ചുമ്മാ വിരിച്ചല്ലേ കിടക്കണേ അല്ലേ? പിന്നെ നേറ്റ് കൊടുക്കണമല്ലോ. ആ നെറ്റി കൊടുക്കണ. ഏത് പോവാ വേണ്ടേ? ആരാ ഇതൊക്കെ മേടിക്കണമെന്ന്? അത് ചേട്ടായും ചേച്ചിയും കൂടെ. ഏ ചേട്ടായും ചേച്ചിയും കൂടെ ആന്നേ. ആരാ? ലിസിമോളും ടോമിയും കൂടെ. ടോമിയാ? ആ അവനെന്ന് വന്നാലും അങ്ങനെയാ. ആ അവൻ്റെ കൂടെയുള്ള പെൺപിള്ളേരും വരും. വേണ്ടതെല്ലാം മേടിച്ചോണ്ട്. ആ ഞങ്ങളും കൂടെ പോയായിരുന്നു. ഞങ്ങളും കൂടെ പോയായിരുന്നു. പോയോ? വല്ലതും മേടിച്ചോ? അതല്ലേ മേടിച്ചിരിക്കുന്നതല്ലേ ഇത് കാണിച്ചേ? മേടിച്ചതല്ലേ കാണിച്ചേ? ഏതാ ഈ കാണിച്ചതൊക്കെ ഇവിടെ ഇരിക്കുന്നതൊക്കെ? അത് നിങ്ങളെല്ലാവരും കൂടി മേടിച്ചാണ് ആ പൈസ കൊടുക്കി. ആ ഞങ്ങളെല്ലാവരും കൂടെ അല്ല, പൈസ മുടക്കിയത് അവരാ. ആ അമ്മയ്ക്കുള്ള പൂ കൊണ്ടുള്ള ബെഡ്ഷീറ്റ്, ബെഡ്ഷീറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. പൂവുള്ള ബെഡ്ഷീറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. പൂവുള്ളോ? ആ പൂവെ കിടക്കാനല്ല നല്ല സുഖം. പൂവുള്ള ബെഡ്ഷീറ്റൊക്കെ കിടക്കാനല്ല നല്ല സുഖമെന്ന് പറയും. വിരിച്ച് കിടക്കണം. ആ അതല്ലേ അമ്മയ്ക്ക് ഇഷ്ടം. ഇതൊക്കെ ടോമി കൊണ്ടുവന്നോ? ആ വിരിപ്പൊക്കെ. ആ ആ ആ പുതപ്പൊക്കെ. ആ അമ്മ പുതക്കിയല്ലോ, ചാട്ടിക്കൂട്ടി തലക്കെ വെച്ചിരിക്കുമല്ലേ? അവനാ നേരത്തെ മുതൽ ഇതെല്ലാം മേടിച്ചോണ്ട് അവന് ജോലി കിട്ടി പണിയെടുക്കാറായപ്പം മുതൽ ആവശ്യപ്പെട്ട സംഗതി എല്ലാം ഓരോരുത്തർക്കും അവനാ കൊടുക്കും. അല്ല വീട്ടിൽ നിന്നൊന്നും എടുക്കുവോ പൈസ എടുത്തൊന്നുമല്ല. അല്ല പൂർവ്വസ്വത്തല്ലത് അവരറിയുകയും ചെയ്യും. ആരും പറയുകയും വേണ്ട, അലയ്ക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ഒരു സാധനം ഇല്ലെന്ന് അത്യാപ്പം കഴിക്കുമ്പോൾ അതിനറിയാം. ആരും പറയണ്ട. അതവന് അറിയാതെ കൊണ്ടുവരും. അങ്ങനെയാ. അതുകൊണ്ടൊന്നും ആശ്വാസം ഉണ്ടെന്നറിയാം. ഇപ്പൊ പുതപ്പൊക്കെ എടുത്ത് തലക്കി വെക്കാതെ പുതയ്ക്കണം. തലേണയാക്കാതെ പുതപ്പുണ്ട് അവിടെ തലേണയാക്കി വെച്ചേക്കുമല്ലേ? പുതപ്പ് അവിടെ തലേണയാക്കി വെച്ചേക്കുമല്ലേ? തലേണ പോഞ്ഞ് വെച്ചിരിക്കുമല്ലേ? അതെടുത്ത് പുതയ്ക്കണം. ആ അത് അതിനകത്ത് എടുത്തോട്ടാം. ഏതൊക്കെ അത് പെറുക്കി അതിനകത്തിട്ട് വെച്ച എന്നാ തലക്കി വെക്കാൻ എന്നാ ഇട്ട് വെച്ചേക്കണേ? എന്നാ ഇട്ട് വെച്ചേക്കണേ? താളി പറിക്കും പോലെയുള്ള സാധനം. താളി പറിക്കും പോലെ സാധനമാണോ അതിനകത്ത് വെച്ച് വെച്ചേക്കണം? ആ അല്ലെങ്കിൽ എൻ്റെ ഉള്ള കാര്യങ്ങൾ നടക്കുമോ? ആരാ നടക്കണം? അതെ മൂത്ത മക്കൾ 2 നേരത്തെ പോലെ ഓരോടൊന്നും പറയാൻ വേണ്ട. അവർക്കറിയാം. ആ മൂത്ത മക്കൾ എങ്ങനെയല്ലേ കാരണവന്മാരെ കണ്ടല്ലേ വളരുന്നേ? ആവശ്യങ്ങളൊക്കെ അവർക്കറിയാം. ആ അവരല്ലേ കാരണവന്മാരെ ചെറുപ്പം പോലെ. കാരണവന്മാർക്ക് വേണ്ടത് എന്നാന്നൊക്കെ അവർക്കറിയാം. ലൈറ്റ് ഇട്ട് ഞാൻ ചുമ്മാ ഇട്ടതാ, വെട്ടം കാണാൻ വേണ്ടി ഇട്ടതല്ലേ? വെട്ടം കാണാൻ വേണ്ടി ഇട്ടതല്ലേ? എല്ലാത്തിനും ഇനിയിപ്പോൾ കിടക്കാൻ പോകും. ആ ഇനി കിടക്കാൻ പോവാ. ചെരുപ്പ ഏത് ചെരുപ്പ് കൂടിനകത്തിട്ട് വെച്ചേക്കോണം? ചെരുപ്പ് ഊഞ്ഞിട്ട് വെച്ചേക്കോണം? ആണ്ട അത് കാലയിടുന്ന ചെരുപ്പല്ലേ? അത് കാലയിട്. ചെരുപ്പ് ഇട്ടോണ്ട് നടക്കാനേ തണുപ്പല്ലേ? അതെന്ത് കെട്ടി വെച്ചേക്കണേ? വേറെ ചെരുപ്പുണ്ടല്ലോ മോളി, പുറത്ത് പോകാനുള്ള ചെരുപ്പ് മോളിൽ ഇരിപ്പുണ്ടല്ലോ. അത് കാലയിലെടുത്തിട് കേട്ടാ. അത് കാലയിലെടുത്തിട്. അകത്ത് കൂടെ ഇട്ടുകൊണ്ട് നടക്കണമല്ലേ? ആ അതുകൊണ്ട് പൊഞ്ഞ് കെട്ടി വെച്ചാ. മോളി ഇരിപ്പുണ്ട് ചെരുപ്പ്, പുറത്ത് പോകാനുള്ള ചെരുപ്പ്. നമുക്ക് വേറെ മേടിക്കാൻ ഇനി. ഞങ്ങൾ അവിടെ തപ്പിയിട്ട് കിട്ടിയില്ല. ആ അത് കാലമായിട്ടുണ്ട് നടക്കുക കേട്ടാ. ഇപ്പോൾ ചെരുപ്പിൻ്റെ കാര്യം അങ്ങ് മറന്നു പോവാണല്ലോ. ആ തണുപ്പ് വന്നിട്ടുണ്ടായിരിക്കും. ആ അതെ കാല് മാറിപ്പോയി. ആ അതിലിട്. കാല് മാറിപ്പോയ നെട്ടത്. ശരിയായി. തണുക്കുന്നുണ്ടോ അമ്മയ്ക്ക്? തണുക്കുന്നുണ്ടോ? തണുക്കുന്നുണ്ടോ? തണുപ്പൊന്നുമില്ല. ഇല്ല അല്ലേ?
ചൂടല്ലേ, അപ്പം മഴ വെള്ളം ഉണ്ടായില്ലല്ലോ. മഴ പെയ്തില്ല. ഇനി നാളെ മറ്റന്നാളൊക്കെ മഴ പെയ്യുമായിരിക്കും. സാധാരണ രീതിയിൽ ഇച്ചിരി മഴ പെയ്ത് വെള്ളം കിട്ടിയുള്ളൂ. അതും അതാ നല്ലത്. അത്യാവശ്യത്തിനുള്ളത് കിട്ടും. കിടന്നോ? ഉറുമ്പ ഉറുമ്പൊന്നുമല്ല അത്, അത് ഏതാണ്ട് പറ്റി പിടിച്ചിരിക്കണ. കൂടെ നടക്കണല്ല. പിന്നെ എവിടെ ഉടുമ്പൊന്നുമില്ല. ഉടുമ്പ് ഇപ്പോൾ ഇല്ല. ഉടുമ്പ് നേരത്തെ ഉണ്ടായിരുന്നു. പിള്ളേർക്ക് വല്ല പലഹാരമൊക്കെ കഴിച്ച് ആ, ഇവിടെ ഉള്ളൊരു കൊച്ചു പലഹാരം കഴിച്ചിട്ടായിരിക്കും. കഴിഞ്ഞാൽ ഇവിടെ ഒരു കൊച്ചുണ്ട്, അത് ചിലപ്പോൾ പലഹാരം എല്ലാം പൊടിച്ചിടും. അതാ. ഉറുമ്പ് വന്നുകൊണ്ടിരിക്കും. ആ, അതിനോട് പറഞ്ഞാൽ കേൾക്കലെന്നേ, എല്ലാം പൊടിച്ചിടും. ഇവിടെ ഒരു കൊച്ചുണ്ട് അത്. അത് പിന്നെ നാളെ ആകുമ്പോൾ നിങ്ങൾ അറിയിപ്പോക്കോളും. ആ, അവർക്ക് പൊക്കോളും. ഇപ്പൊ കുഞ്ഞു വാവയല്ല അവൻ, ഇപ്പൊ വലിയ ചെറുക്കനാ, വലിയ മനുഷ്യനാ. ആടെ കാര്യ പറഞ്ഞേ. ആ റൂമിൽ ഒരു വലിയ മനുഷ്യൻ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അത് ജോമോനല്ല. ഏ ഇതാരാ? ആരാണോ? ആര്? ഒരു മനുഷ്യൻ. ഒരു മനുഷ്യൻ. ഇങ്ങനെയാണോ? മാത്രമേ ഉള്ളല്ലേ? ഏഹ് മനുഷ്യന്മാര് മാത്രമേ ഉള്ളല്ലോ, എന്നാലും മൃഗങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എല്ലാവരും മനുഷ്യരില്ല. മനുഷ്യരല്ലേ? ആ, മനുഷ്യരാ. അങ്ങനെ വിചാരിച്ച് നമുക്ക് പോകാം. അങ്ങനെ അങ്ങ് വിചാരിച്ചേക്കാം. മനുഷ്യരാണെന്ന് വിചാരിച്ചൊക്കെ അങ്ങ് പോകാം അല്ലേ? എല്ലാ മുറിവിളിയൊക്കെ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരെയൊക്കെ കണ്ടോ? മനുഷ്യരെല്ലാം പോകാനുള്ള. അതേന്നേ, ഞാൻ ഇതിലും പോട്ടെ. നീ എന്നാ പരിപാടി രാവിലെ? രാവിലെ എന്നാ പരിപാടി? എന്നാ പരിപാടി ഇരിക്കും. ഇങ്ങനെ ചുമ്മാ നടക്കാന്നുള്ളതല്ലേ? കിടക്കുക, നടക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക. കുറച്ച് നേരം ഞാനിവിടെ വന്നിട്ട് പോകാനായിട്ട് ആ, പോവണം. അപ്പൊ എപ്പോഴാ വന്നേ? വീട്ടിലോട്ട്. എപ്പോഴാ വന്നേ? ഞാനോ ആ, വന്നിട്ട് കുറച്ച് നേരമായ. പിന്നെ എന്തിനാ വന്ന ഉടനെ പോണേ? കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? ആ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോലെ. നാളെയൊക്കെ ആരാണ്? അതൊക്കെ വീട്ടുകാരും ചേട്ടനിമാരും മക്കളൊക്കെ വഴി വരാണ്ടൊക്കെ വഴി ആരാണ്ടൊക്കെ പോകുന്നുണ്ട്. ആരാന്ന് പോയി നോക്കിയിട്ട് വാ. പോരാനാണോ? ഇങ്ങോട്ടൊന്നും വരികയല്ല. അത് ഇല്ലെന്നേ. ആര് വരാന്? വരാനുള്ളവരൊക്കെ വന്നു. എത്ര പേര് വരും? ആണോ? പിന്നെ ഇന്ന് നോക്കിക്കോ വരുന്നുണ്ടോ? മാറി മാറി വരും. മാറി മാറി വരും. നാല് അത് അവിടെ മിറ്റ അടിക്കുന്ന തിണ്ണ അടിക്കുന്ന ആളുടെ, ആര്? ചേച്ചിയുടെ ലിസിമോളുടെ. അവിടെ വരും. താണ്ട് അടിച്ചുമായിരുന്നു. അടിക്കുക എല്ലാം അടിക്കുവാന്ന്. ഇവിടെ കാര്യമാണ്. ആ, എന്നതാണ്ട് കൊണ്ട് വെച്ചാൽ ആരുണ്ട് വെച്ചേക്കണ? ആരുണ്ട് വെച്ചേക്കണ? പുസ്തകം വായിക്കുന്നുണ്ടോ? ഇവിടെ കിടക്കുന്നവരായിരിക്കും. ഇവിടെ കിടക്കുന്നവരാരൊക്കെ? ചൈനീസ് പാചകം. അക്ഷരം ഒരെണ്ണം മാറിപ്പോയി. ചൈനീസ് പാചകം എന്നല്ലേ? ചൈനീസ് പാചകം എന്നാ. ലൈറ്റ് ഇട്ട് തരാം. ലൈറ്റിട്ട് കാണണ്ടേ? അല്ല പിന്നെ ഇരുട്ടല്ലേ? ഇരുട്ടല്ലേ കാണണ്ടേ? എന്താ കാണാം? ആർക്ക് എന്നെ എടുക്കണ കാണണ്ടേ? ലൈറ്റ് ഇട്ടിട്ട് ഇതൊന്നും പണിയെടുക്കുമല്ലോ. അല്ലല്ലേ? ഓരോരുത്തരും ചുമ്മാ നോക്കി നടക്കില്ല. ആ, ചുമ്മാ നോക്കിയാൽ കാണണ്ട. ലൈറ്റ് വേണ്ടേ? അല്ലേ കാണാൻ പറ്റുമോ? എന്താ എലിക്കുട്ടി എന്തിനാ ലൈറ്റ് ഇട്ടെ? ഫാനും കിടന്ന് കറങ്ങുന്നുണ്ട്. എലിക്കുട്ടി പിന്നെ എന്തിനാ ലൈറ്റ് ഇട്ടെ ഇപ്പോൾ?
എന്തിനാ ലൈറ്റ് ഇട്ടേ? ഏ ലൈറ്റ് ഇട്ട എന്തിനാന്ന്? എന്നാ പറഞ്ഞു ലൈറ്റ് ഇട്ടത് എന്തിനകത്തിനാന്ന്? ലൈറ്റ് ഉണ്ടോ ആ കാണാൻ ആ ആ കണ്ടോ, അത് തന്നെയല്ലേ ലൈറ്റ് ഇട്ട എല്ലാവരും. ലൈറ്റ് ഇട്ട് ഫാനും കറങ്ങുന്നുണ്ട്. ഫാനും കറങ്ങുന്നുണ്ടല്ലോ. മണ്ണിറങ്ങിക്കോട്ടെ ആ അത്യാവശ്യത്തിനായിട്ട് ആണോ? ഇവിടെ ആരാ കിടക്കണേ? ഇതാരാ കെട്ടില്ല അത്? ഇതൊക്കെ ഞങ്ങളുടെയാ. ആണോ? ഞങ്ങളുടെ വല്ലവരുടെയൊക്കെ ഞങ്ങൾക്ക് കിടക്കാം. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ആരുടെ ആക്കിയാ? എൻ്റെ പിള്ളേർ ആണോ? ഏതാ പിള്ളേര്? പിള്ളേർ ആരൊക്കെ ഇവിടെ ഉള്ളതിന്? രാവിലെ എണീറ്റിട്ട് എലിക്കുട്ടിയമ്മ കറങ്ങി നടന്ന് ഓരോ ഭാഗങ്ങളും വീക്ഷിക്കുന്ന ഭാഗങ്ങളാണ്. രാവിലെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഇന്ന് നേരത്തെ എണീറ്റായിരുന്നോ? നേരത്തെ ഏറ്റായിരുന്നോ? ആ എല്ലാം മുറി വഴിയും പോയി തപ്പു ആരെങ്കിലും ഉണ്ടോ എന്നല്ലേ കുട്ടിയമ്മേ? ഞാനവിടെ കിടന്നതിനുണ്ട് ഒന്ന് ഡയലോഗ് ചേച്ചിയോട് പറഞ്ഞ കേട്ടായിരുന്നു. വേറെ അവിടെ അതൊരു മനുഷ്യ സ്ത്രീ അങ്ങനെ പറയും. മനുഷ്യർ ആ പോവാണോ? പോവാ പോവാ പോവാ. അമ്മയ്ക്ക് പോണോ? പോണോ? അല്ല, എവിടെയാ പോണെന്ന് പോയി ചോദിക്ക്. എവിടെ പോവാന്ന് ചോദിച്ചിട്ട് വാ. എവിടെ പോവാന്ന് അല്ലെന്നേ, അവളുടെ വീട് ഇതല്ലേ? ഇതാ വീട്. അതേന്നേ, അല്ല ചോദിച്ചേ ചോദിച്ചേ വീട് ഇതാ. പിന്നെ ഏതാ വീട്? ആര് പറഞ്ഞു? എവിടെ? ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാ ശ്രീവാപുരത്ത് ഞാറുകുളം ഉതിരക്കട്ടെ. ആണോ? ആ ചോദിച്ചേ. ചേച്ചിയുടെ അടപ്പ് വന്നു. ആ ഇനിയിപ്പോൾ രാവിലെ നേരം വെളുത്തല്ലേ ഉള്ളൂ. നേരം വെളുത്തപ്പോഴാരാ വരുന്നേ? നേരം വെളുത്തപ്പോഴാരാ വരുന്നേ? നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ. ഇവിടെ ആരാ കിടക്കണേ? അവിടെ ആരാ കിടക്കണേ? വിവീനെ ഞാൻ മറന്നുപോയോ? ആ കിടക്കാനുള്ളവർ വരുമ്പോൾ കിടന്നോളൂ. ആരാ വന്ന് കിടക്കണ സ്ഥിരം? ഒന്ന് ചോദിക്കുന്നതാണല്ലോ എപ്പോഴും. വീട്ടിലും അറിയേണ്ട കാര്യമില്ലല്ലേ? ചെരുപ്പിട്ടില്ലല്ലോ. ചെരുപ്പിടാതെയാണല്ലോ നടക്കണേ. ഇപ്പോൾ ചെരുപ്പിൻ്റെ കാര്യം സ്ഥിരം മറന്നു പോവാണല്ലോ അല്ലേ എലിക്കുട്ടിയമ്മ? എലിക്കുട്ടിയമ്മ ചെരുപ്പിൻ്റെ കാര്യം സ്ഥിരം മറന്നു പോവാണല്ലോ. അപ്പം എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.